Good morning. Today we are going to study chapter 7, that is the structural organization in animals. In this chapter we will study animal tissues, organ and organ system, earthworm, cockroach and frog. So now let's read the first paragraph. In the preceding chapters, you came across a large variety of organisms, both unicellular and multicellular, of the animal kingdom. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറുമായിട്ടുള്ള ഓർഗാനിസത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് all functions like digestion, respiration and reproduction are performed by a single cell. ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ സെല്ലേ ഉള്ളൂ. ആ ഒരൊറ്റ സെല്ല് തന്നെയാണ് ഡൈജഷനും റെസ്പിറേഷനും റീപ്രൊഡക്ഷനും ഒക്കെ പെർഫോം ചെയ്യുന്നത്. In the complex body of multicellular animals, the same basic functions are carried out by different groups of cells. In a well-organized manner. മൾട്ടിസെല്ലുലാർ ആനിമൽസിൽ എങ്ങനെയാണ് ഈ ബേസിക് ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ആ ബേസിക് ഫങ്ഷൻസ് ഡൈജഷൻ, റെസ്പിറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഈ ബേസിക് ഫങ്ഷൻസ് ഒരു വെൽ ഓർഗനൈസ്ഡ് മാനറിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ആണ് പെർഫോം ചെയ്യുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ഒരൊറ്റ സെല്ല് പെർഫോം ചെയ്തിരുന്ന എല്ലാ ബേസിക് ഫങ്ഷനും മൾട്ടി സെല്ലുലാറിലെത്തിയപ്പം പല പല സെല്ലുകൾ, പല ഗ്രൂപ്പ്സ് ഓഫ് സെല്ലായി ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. The body of a simple organism like Hydra is made up of different types of cells and the number of cells in each type can be in thousands. അപ്പോൾ ഹൈഡ്ര പോലെയുള്ള ഒരു സിമ്പിൾ ഓർഗാനിസം, അതൊരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, എന്നാൽ ഒരു സിമ്പിൾ ഓർഗാനിസം ആണ്. അതിൽ നമ്പർ ഓഫ് സെൽസും ടൈപ്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. The human body is composed of billions of cells to perform various functions. കണ്ടോ, ഹ്യൂമൻ ബോഡി എങ്ങനെയാ? ബില്യൺസ് ഓഫ് സെൽസ് കൊണ്ടാണ് ഈ വേരിയസ് ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ഹൗ ഡു ദീസ് സെൽസ് ഇൻ ദ ബോഡി വർക്ക് ടുഗെദർ? ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒത്തൊരുമയോടെ വർക്ക് ചെയ്യുന്നത്? In multicellular animals, a group of similar cells along with intracellular substances perform a specific function. Such an organization is called a tissue. So, what is called tissue? എന്താണ് ടിഷ്യൂ? ടിഷ്യൂവിൻ്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് along with intercellular substances perform a specific function. Such an organization is called a tissue. Okay? ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സെല്ലിൻ്റെ ഒരു ഗ്രൂപ്പ് എലോങ് വിത്ത് ദെയർ ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, ആ സെല്ലുകളുടെ എല്ലാം ഇടയിലുള്ള ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസുകളും കൂടെ ചേർന്ന് ഒത്തൊരുമിച്ച് ടുഗെദർ ദേ വിൽ ഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. ആ ഒരു ഓർഗനൈസേഷനെയാണ് ടിഷ്യൂ നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു. അപ്പോൾ എന്താണ് ടിഷ്യൂ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഈ കിടക്കുന്നത്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. യു മേ ബി സർപ്രൈസ് ടു നോ ദാറ്റ് all complex animals consist of only 4 basic type of tissues. ബേസിക് ആയിട്ട് 4 ടിഷ്യൂസേ ഉള്ളൂ, 4 ടൈപ്പ് മാത്രമേ ഉള്ളൂ. അതെല്ലാം കൂടെ ചേർന്ന് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ആനിമലിൽ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ അതിശയിച്ചു പോകും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പുറകെ പഠിക്കാമേ. These tissues are organized in specific proportion and pattern to form an organ like stomach, lung, heart and kidney. അപ്പം ഈ ഒരു ടിഷ്യൂസ് ഇപ്പം നമ്മൾ പറഞ്ഞു 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസേ ഉള്ളൂ. ഈ ടിഷ്യൂസ് തന്നെ പ്രത്യേക പ്രപ്പോർഷനിലും പാറ്റേണിലും അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക്ക്, ലങ്, ഹാർട്ട് ആൻഡ് കിഡ്നി ഒക്കെ ഉണ്ടായി സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്നു, അല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ റെസ്പിറേഷന് വേണ്ടി ലങ്സ് ഉണ്ട്, ഡൈജഷന് വേണ്ടി സ്റ്റൊമക്ക് ഉണ്ട്, അല്ലേ? അങ്ങനെ സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം ചേർന്നാണ് ഒരു ഓർഗൻ ഉണ്ടാവുന്നത്. When 2 or more organs perform a common function by their physical or chemical interaction, they together form an organ system. Example, digestive system, respiratory system, etc. അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ടിഷ്യൂ എന്ന്. ടിഷ്യൂവിൽ നിന്ന് ഓർഗൻ ഉണ്ടായി. ആ ഓർഗൻസ് എല്ലാം കൂടെ ചേർന്ന് when 2 or more organs, 2 അതിൽ കൂടുതലോ ഓർഗൻസ് ചേർന്ന് ഒരേ കോമൺ ഫങ്ഷൻ ചെയ്യുന്ന 2 അതിൽ കൂടുതലോ ഓർഗൻസ് ചേർന്ന്, അത് ഫിസിക്കലോ കെമിക്കലോ ഇൻട്രാക്ഷൻ ആവാം ഇവർ തമ്മിൽ. അങ്ങനെ അവർ ടുഗെദർ ഫങ്ഷൻ ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈസോഫാഗസ്, നമ്മുടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഈ ഓർഗൻസ് എല്ലാം കൂടെ എല്ലാം ഒരു സ്പെസിഫിക് ഫംഗ്ഷന് വേണ്ടിയാണ്. എന്താണ്? ഡൈജഷൻ ആണ് അവരുടെ എല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, അല്ലേ? ആ ഒരു
ഇതിന് ആ ഡൈജഷൻ എന്നൊരു പ്രോസസ്സിന് വേണ്ടി അവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിനെ മൊത്തത്തിലാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. ഓർഗൻസിൽ നിന്നും ആണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. Cells, tissues, organs and organ systems split up the work in a way that exhibits division of labor and contribute to the survival of the body as a whole. അപ്പോൾ ഒരു ജീവജാലം, ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ഒരു കോംപ്ലക്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബോഡിയൊക്കെ ഭയങ്കര കോംപ്ലക്സ് ബോഡിയാണ് അല്ലേ. ഇതുപോലെ സെല്ലുകൾക്കും ടിഷ്യൂസിനും ഓർഗൻസിനും ഓർഗൻ സിസ്റ്റത്തിനുമായിട്ട് വർക്ക് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കുവാണ് അല്ലേ. ബേസിക് ഫങ്ഷൻസ് ആയിട്ടുള്ള ഡൈജഷൻ, റെസ്പിറേഷൻ, റീപ്രൊഡക്ഷൻ ഇതെല്ലാം തന്നെ ഓരോരോ ഓർഗൻ സിസ്റ്റംസ് ആയിട്ട്, ഇതെല്ലാം ഓരോരോ സിസ്റ്റമായിട്ടാണ് ആ ബോഡിയിലുള്ളത് അല്ലേ. അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ എന്നൊരു രീതിയിൽ നമ്മുടെ ശരീരത്ത് ഓരോ ഫങ്ഷനും ഓരോരുത്തരെ ഏറ്റെടുത്തേക്കാണ്. അങ്ങനെയാണ് നമ്മുടെ ആസ് എ ഹോൾ ഹ്യൂമൻ ബോഡി വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡി മാത്രമല്ല, ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷനുള്ള എല്ലാ ഓർഗാനിസംസും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെഷനാണ് ആനിമൽ ടിഷ്യൂസ്. The structure of the cells vary according to their function. അല്ലേ, സെൽസിൻ്റെ സ്ട്രക്ചർ ഓരോ സെല്ലും അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതിൻ്റെ സ്ട്രക്ചറിൽ. Therefore, the tissues are different and are broadly classified into 4 types. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂസിലെ സെല്ലുകൾ, ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളെല്ലാം കൂടെ ചേർന്നുണ്ടായ, അതിൻ്റെ ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസും എല്ലാം കൂടെ ചേർന്നുണ്ടായ ടിഷ്യൂസ് ഇല്ലേ, ഈ ടിഷ്യൂസ് ജനറലി നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ എപ്പിത്തീലിയൽ, സെക്കൻഡ് വൺ ഈസ് കണക്റ്റീവ്, തേർഡ് ഈസ് മസ്കുലാർ ആൻഡ് ഫോർത്ത് ഈസ് ന്യൂറൽ. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ കണ്ടു. അതിൽ ആദ്യത്തേതാണ് ഏത്? എപ്പിത്തീലിയൽ ടിഷ്യൂ. വി കോമൺലി റെഫർ ടു ആൻ എപ്പിത്തീലിയൽ ടിഷ്യൂ ആസ് എപ്പിത്തീലിയം. നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയത്തില്ല, ചിലപ്പോൾ എപ്പിത്തീലിയം എന്നായിരിക്കും പറയുന്നത്. രണ്ടും സെയിം ആണ്. കോമൺലി യൂസ് ചെയ്യുന്നത് എപ്പിത്തീലിയം എന്നാണ്. അതിൻ്റെ പ്ലൂറലാണ് എപ്പിത്തീലിയ. ദിസ് ടിഷ്യൂ ഹാസ് എ ഫ്രീ സർഫസ്, ഒരു ഫ്രീ സർഫസ് ഉണ്ടാവും, വിച്ച് ഫേസസ് എയ്തർ എ ബോഡി ഫ്ലൂയിഡ് ഓർ ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ദസ് പ്രൊവൈഡ്സ് എ കവറിങ് ഓർ എ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ എന്താണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ? ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ഒരു ഫ്രീ സർഫസ് ഉണ്ടാവും. ആ ഫ്രീ സർഫസ്, ആ ഒരു ഫ്രീ ആയിട്ടുള്ള ആ ഫേസ് നമ്മുടെ ബോഡിയുടെ ഒന്നെങ്കിൽ ബോഡി ഫ്ലൂയിഡിനോ, ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഒരു ഫ്രീ സർഫസ് കാണും. അത് എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കും? ഒന്നെങ്കിൽ ബോഡി ഫ്ലൂയിഡ്, അതായത് ബ്ലഡോ ലിംഫോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിലേക്ക് ഫേസ് ചെയ്തോ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക് ഫേസ് ചെയ്തിട്ടോ ആയിരിക്കും. അങ്ങനെ എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്തായിട്ട് ഫങ്ഷൻ ചെയ്യും? ഒരു കവറിങ് അല്ലെങ്കിൽ ലൈനിങ് ഓഫ് സം പാർട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ഒരു കവറിങ്ങോ ഒരു ലൈനിങ്ങോ ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അത് നമുക്ക് പുറകെ വരുമ്പം കൃത്യമായിട്ട് മനസ്സിലാകും. എക്സാമ്പിൾ ഓർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമേ. ദ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലിറ്റിൽ ഇൻ്റർസെല്ലുലാർ മാട്രിക്സ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, സെല്ലുകളുടെ ഒരു കൂട്ടമാണ് ടിഷ്യൂ എന്ന്. അപ്പോൾ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ലുകൾ ഭയങ്കര അടുത്തടുത്ത് ക്ലോസ് ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ഇൻ്റർസെല്ലുലാർ മാട്രിക്സ്, ആ ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. There are 2 types of epithelial tissues, namely simple epithelium and compound epithelium. ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സിമ്പിൾ എപ്പിത്തീലിയം, രണ്ട് കോമ്പൗണ്ട് എപ്പിത്തീലിയം. Simple epithelium is composed of a single layer of cells and functions as a lining of body cavities, ducts and tubes. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ എപ്പിത്തീലിയം. ഈ സിമ്പിൾ എപ്പിത്തീലിയം ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും. അപ്പോൾ ഒരു എടുക്കുമ്പോൾ ഇങ്ങനെ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണെന്നല്ലോ, ഒരു ഇൻ്റർസെല്ലുലാർ മാട്രിക്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും ഈ സെൽസ് ഉള്ളത്. അത് ഒരു സർഫസ് ഫ്രീ ആണ്. സിമ്പിൾ എപ്പിത്തീലിയം ആണെങ്കിൽ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ലെയർ അല്ലേ വന്നിട്ടുള്ളൂ സെല്ലുകൾ. അതാണ് സിമ്പിൾ എപ്പിത്തീലിയം. വളരെ സിമ്പിളാണ്. ഇതെവിടെ കാണുന്നത്? ലൈനിങ് ഓഫ് ബോഡി കാവിറ്റീസ്, ഡക്ട്സ് ആൻഡ് ട്യൂബ്സ്. ഇറ്റ്സ് ഫങ്ഷൻസ് ആസ് എ ലൈനിങ്, ഒരു ലൈനിങ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. എവിടെയൊക്കെ കാണും? ബോഡി കാവിറ്റീസിൽ കാണും, ഡക്റ്റിൽ കാണും, അതുപോലെ ട്യൂബുകളിലും കാണും. The compound epithelium consists of
2 or more cell layers as protective function as it does in our skin. സ്കിന്നിലാണ് ഈ ഒരു കോമ്പൗണ്ട് എപ്പിത്തീലിയം നമുക്ക് കാണുന്നത്. അതിപ്പം മുമ്പേ പറഞ്ഞ പോലെ സിമ്പിൾ അല്ല. സിമ്പിളായിരുന്നെങ്കിൽ ഇങ്ങനെ അടുക്കി അടുക്കിയാണ് ഇരിക്കുന്നതെങ്കിലും സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരുന്നു. എന്നാൽ ഒരു കോമ്പൗണ്ട് ലെയർ ഓഫ് സെൽസ്, കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മോർ ദാൻ 2 ലെയേഴ്സ് ഓഫ് സെൽസ് ആയിരിക്കും. സെല്ലുകളുടെ ലെയർ 2 കൂടുതൽ കാണും. അപ്പോൾ എന്താണ്, കൂടുതൽ പ്രൊട്ടക്ഷൻ തരുവാണ്. മറ്റേത് ലൈൻ ചെയ്യുമായിരുന്നെങ്കിൽ ഇത് പ്രൊട്ടക്റ്റീവാണ് ഫങ്ഷൻ. അപ്പോൾ എവിടെ കാണും? സ്കിന്നിലൊക്കെ കാണുന്നത് ഈ ഒരു എപ്പിത്തീലിയമാണ്. ഏത്? കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇനി സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.